ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉടൻ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. സ്വർണ്ണപ്പാളി എത്തിച്ച ബംഗളൂരുവിലും പരിശോധന നടത്തിയേക്കും. പ്രതി പട്ടികയിൽ ഉൾപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ഉണ്ണികൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വൈകാതെ ചോദ്യം ചെയ്യും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, പോറ്റി മാത്രമല്ല, പോറ്റിയെ പോറ്റിയവരും പിടിയിലാകും. റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി 10 പേരുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മുരാരി ബാബു അടക്കം ഉള്ള പേരുകളിൽ ഓരോന്നോരോന്നായി പിടി വീഴും, അല്ലെ? അതായത് മുരാരി ബാബു ആണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായത്. അതിനു പിന്നാലെയാണ് സുനിൽകുമാറിനെതിരെ നടപടിയെടുത്തത്. അവർ മാത്രമാണ് ഇപ്പോൾ സർവീസിലുള്ള ആരോപണ വിധേയരായ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ. അതിനു പുറമെയാണ് മറ്റ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 8 പേരിലേക്ക് കൂടി അന്വേഷണം എത്തുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു തിടുക്കത്തിലായിരുന്നു അന്വേഷണ സംഘം. അതുമായി ബന്ധപ്പെട്ട നടപടികൾ അവർ കൃത്യമായി തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യം ഉൾപ്പെടെ, അതായത് ആരോഗ്യ ഉൾപ്പെടെ വിലയിരുത്തി മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തുടരുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കലിലുള്ള ഓഫീസിലാണ് SP ശശിധരൻ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കുമല്ലോ അല്ലെ ഈ ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കും ഒക്കെയുള്ള ഈ തെളിവെടുപ്പിനായി കൊണ്ടുപോവൽ, അല്ലേ ഡാൻ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ. നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ലഭിച്ച തെളിവുകളുടെയും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം ശേഖരിച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുടെയും അല്ലാത്ത തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കും ഉൾപ്പെടെ തെളിവെടുപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം പോകുകയെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ ഉൾപ്പെടെ, അതായത് 10ഓളം പേർ, പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 10ഓളം പേരിലേക്ക് അന്വേഷണം എത്തുക. പിന്നീടാകും 2019 ഭരണസമിതിയെ, പത്മകുമാർ ഉൾപ്പെടെയുള്ള ഭരണസമിതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയോ ചെയ്യുന്ന സാഹചര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1.5 ആഴ്ച പിന്നിടുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികൾ ആരംഭിച്ചിട്ട്. അങ്ങനെയെങ്കിൽ 6 ആഴ്ചക്കകം ആ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തിടുക്കത്തിൽ ഈ നിയമ നടപടികളുമായി അന്വേഷണ സംഘം മുമ്പോട്ട് പോകുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ ആചാര ലംഘനത്തിനെതിരെയും സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെയും KPCC നേതൃത്വത്തിന്റെ സംസ്ഥാന പര്യടനം ഇന്ന് സമാപിക്കും. K മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവർ നയിക്കുന്ന മേഖലാ ജാഥകളാണ് പന്തളത്ത് സമാപിക്കുക. UDF നേതാക്കൾ അണിനിരക്കുന്ന വിപുലമായ പദയാത്രയോടെയായിരിക്കും സമാപന സമ്മേളനം ഉണ്ടാവുക. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്താൻ ഒരു വിഭാഗം. ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് ഇന്ന് മാർച്ചുണ്ടാകും. NSS വിമോചന സമിതി എന്ന പേരിലാണ് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനുൾപ്പെടെ ഇവർക്ക് അനുമതി നൽകിയിട്ടില്ല. മാർച്ച് തുടക്കത്തിൽ തന്നെ പോലീസ് തടയാനാണ് സാധ്യത.